ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാജ്യത്തിന്റെ GDP ഉയർന്നാൽ രാജ്യം വളർന്നു. GDP വളർന്ന ഒറ്റ കാരണത്താല് രാജ്യം വളരുമോ എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് GDP എന്ന് മനസ്സിലാക്കണം. GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് ദി നേഷൻ. അതായത് രാജ്യത്തിന്റെ മൊത്തം ഉൽപ്പന്നം, അതിന്റെ ആകത്തുക. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, IT മേഖലയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ്, ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള വളർച്ച, സ്പേസ്, ഈ മേഖലയിലെല്ലാം വരുന്ന പ്രൊഡക്റ്റ്, അതിന്റെ ആകത്തുകയാണ് GDP. അപ്പോ ഇത് വളർന്നാൽ രാജ്യം വളരുമോ എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു A എന്നുള്ള ഗ്രൂപ്പ് എന്റെ GDP നമ്മൾ കണക്കൂട്ടുന്നു, B എന്നുള്ള ഗ്രൂപ്പിന്റെ GDP നമ്മൾ കണക്കൂട്ടുന്നു. ആ GDP ഉയർന്നാൽ അതിലെ ആ രാജ്യത്തെ ലിവിങ് സ്റ്റാറ്റസ്, ജനങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് ഒരു രാജ്യം ഉയർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ലിവിങ് സ്റ്റാറ്റസ് ഉയർന്നു നിന്നാൽ മാത്രമാണ് ആ രാജ്യം മൊത്തം വളർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. GDP മാത്രം വളർന്നതുകൊണ്ട് നമുക്ക് രാജ്യം ഉന്നതിയിലെത്തി എന്ന് പറയാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, A എന്നുള്ള ഗ്രൂപ്പ്, അതിലെ 10 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്ന് കരുതാം. 10 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് 1 ലക്ഷം വാർഷിക വരുമാനം ഉണ്ട് എന്ന് കരുതാം. അങ്ങനെ ആവുമ്പോൾ 9 ഫാമിലികൾ, 1 ലക്ഷം വാർഷിക വരുമാനമുള്ള 9 ഫാമിലികൾ, അപ്പൊ മൊത്തം 9 ലക്ഷം. അതിൽ ഒരു ഫാമിലിക്ക് മാത്രം 1 കോടി രൂപ വാർഷിക വരുമാനമുണ്ട്. അങ്ങനെ ആവുമ്പോൾ ആ മൊത്തം ഗ്രൂപ്പിന്റെ, A എന്ന ഗ്രൂപ്പിന്റെ GDP 9 ലക്ഷം പ്ലസ് 1 കോടി, 1 കോടി 9 ലക്ഷം. അതാണ് ആ A എന്ന ഗ്രൂപ്പിന്റെ GDP. ഇനി മറ്റൊരു ഗ്രൂപ്പ് B പരിഗണിക്കുകയാണെങ്കിൽ, അതിലും 10 മെമ്പേഴ്സ് തന്നെ, ഓരോ മെമ്പറിനും 10 ലക്ഷം വീതം വാർഷിക വരുമാനം ഉണ്ട് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ 10 × 10 1 കോടി. നമ്മൾ നോക്കൂ, A എന്ന ഗ്രൂപ്പിന് 1 കോടി 9 ലക്ഷവും B എന്ന ഗ്രൂപ്പിന് 1 കോടിയും GDP. നമുക്ക് വ്യക്തമായി പെട്ടെന്ന് മനസ്സിലാവും, പുറമെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, A എന്ന ഗ്രൂപ്പാണ് GDP കൂടുതൽ. പക്ഷേ A എന്ന ഗ്രൂപ്പ് GDP കൂടുതലായാലും ആ ഗ്രൂപ്പിന് ആ ലിവിങ് സ്റ്റാറ്റസ് കൂടുതലാണോ? അല്ല. കാരണം അതിൽ 9 ഫാമിലികളും വാർഷിക വരുമാനം 1 ലക്ഷമാണ്. അവർ വളരെ ദരിദ്ര അവസ്ഥയിലാണ്. പക്ഷെ അതിൽ ഒരു ഫാമിലി മാത്രം 1 കോടി രൂപ. അപ്പൊ നമുക്ക് 1 കോടി 9 ലക്ഷം എങ്ങനെ വന്നു? ആ ഒരു ഫാമിലിയുടെ വാർഷിക വരുമാനത്തിന്റെ ബലത്തിലാണ് ആ ഗ്രൂപ്പ് GDP ഉയർന്നു നിൽക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പില് നോക്കൂ, എല്ലാ ഫാമിലിക്കും 10 ലക്ഷം വീതം വരുമാനമുണ്ട്. അവരുടെ ലിവിങ് സ്റ്റാറ്റസ് ആവറേജ് ആണ്, എബവ് ആവറേജ് ആണ്. അവരുടെ ലിവിങ് സ്റ്റാറ്റസ് വളരെ ബെറ്റർ ആണ്. പക്ഷെ അതിന്റെ GDP 1 കോടിയുള്ളൂ. അപ്പോ GDP മാത്രം നോക്കിയിട്ട് ഒരു രാജ്യം വളർന്നു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ GDP വളർന്നാൽ രാജ്യം വളരും. അപ്പോ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? GDP വളർത്താൻ വേണ്ടി ഈ അഗ്രികൾച്ചറൽ ഫീൽഡിലായാലും, ഇൻഡസ്ട്രിയൽ ഫീൽഡിലായാലും, IT ഫീൽഡിലായാലും, ഏത് ഫീൽഡിൽ ആയാലും അതിലെല്ലാം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വളർത്തിയെടുക്കണം. 1000, 2000, 10000 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ വളർച്ച മാത്രം അല്ല നമ്മൾ ഉന്നമിക്കേണ്ടത്. GDP വളർത്താൻ ആ ഇൻഡസ്ട്രി വളർന്നാൽ GDP പ്രതിഫലിക്കും. ഏതെങ്കിലും ആയിരക്കണക്കിന് വരുന്ന കോർപ്പറേറ്റ് വലിയ സ്ഥാപനങ്ങൾ വളർന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ GDP പ്രതിഫലിക്കുമെങ്കിലും അത് മറ്റ് ജനങ്ങൾക്ക്, ഒരു 144 കോടി വരുന്ന ജനങ്ങളിൽ 1000, 10000 കമ്പനികൾ വളർന്നതുകൊണ്ട് GDP വളരും. 1 കോടി ഒഴികെ ബാക്കി 134 കോടി ജനങ്ങൾ ദരിദ്രാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആവറേജ് ലിവിങ് സ്റ്റാറ്റസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രാജ്യം വളർന്നു എന്ന് പറയുക? അതുകൊണ്ട് ചെയ്യേണ്ടത് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം, അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യണം. അവർക്കുള്ള ബെനിഫിറ്റുകൾ, അതായത് സബ്സിഡി ആയാലും
മറ്റ് ബെനിഫിറ്റുകൾ, ലോൺ വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് ഉയർത്താം, ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് നമുക്ക് കൂട്ടാം. കൂടിക്കഴിഞ്ഞാൽ GDP കൂടും. ആ GDP കൂടുമ്പോൾ വലിയ കമ്പനികളിൽ വളരും. ആ വലിയ കമ്പനികളിൽ നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റ് ഖജനാവിലേക്ക് ടാക്സ് കളക്ട് ചെയ്യുന്നു. അത് മറ്റുള്ള 143 കോടി ജനങ്ങൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അവരുടെ ലിവിംഗ് സ്റ്റാറ്റസും കൂടി വളരും. അപ്പോഴാണ് രാജ്യം ഉന്നതിയിലേക്ക് പോകുന്നത്. അപ്പൊ GDP മാത്രം വളർന്നതുകൊണ്ട് രാജ്യം വളർന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോ ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വേറൊരു ദിവസം വരാം. താങ്ക് യു.